ഒരു പ്രത്യേക തരത്തിലുള്ള ഫാൻ ബേസ് ഉള്ള ഒരു സംവിധായകനാണ് ഗൗതം വാസുദേവ് മേനോൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു 90കളിലൊക്കെ ജനിച്ചിട്ട് 2000-2010 കാലഘട്ടത്തിൽ സ്കൂള് സമയം കഴിഞ്ഞ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, അതിനുശേഷം 2010 മുതൽ ഇങ്ങോട്ട് കുറച്ച് 5-6 വർഷം കോളേജിലൊക്കെ പഠിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ആ ഒരു ടൈം പീരീഡിലുള്ള ആൾക്കാർക്ക് ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന ആ ഒരു ഫിലിം മേക്കറെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് ഒരുപാട് ആരാധകർ അദ്ദേഹത്തെ കാണുന്നത്. നമുക്ക് പ്രണയത്തിന്റെ പുതിയൊരു മാനം, എങ്ങനെ അത് ആ പ്രണയം എന്ന് പറയുന്ന ആ ഒരു കാര്യം സിനിമയിലേക്ക് വരുന്ന രീതി എടുക്കുകയാണെങ്കിൽ അത് വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ഉള്ളിൽ കൊള്ളുന്ന തരത്തിൽ ഏത് രീതിയിൽ എടുക്കാം, അത് കമേഴ്ഷ്യലി സക്സസ് ആവുന്ന തരത്തിൽ വ്യത്യസ്തമായിട്ട് ഏത് രീതിയിൽ എടുക്കാം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഗൗതം വാസുദേവ് മേനോൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ മലയാളത്തിലോട്ടുള്ള എൻട്രി ആണ് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂക്കയും ഗോകുൽ സുരേഷും അതുപോലെ തന്നെ വിനീത്, വിജി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ്. സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്ന CI ഡൊമിനിക്. അദ്ദേഹം അറ്റ് പ്രസന്റ് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തിക്കൊണ്ട് പോവാണ്. ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന രീതിയിലുള്ള ആയിരിക്കില്ല, ഒരു കാരിക്കേച്ചർ ടൈപ്പ് ക്യാരക്ടറാണ്. അദ്ദേഹം അന്വേഷിക്കുന്ന കേസുകളും അദ്ദേഹത്തിന്റെ അടുത്തോട്ട് വന്നു ചേരുന്ന കേസുകളൊക്കെ അത്തരത്തിലുള്ളതായിരിക്കും. അപ്പൊ അദ്ദേഹം ഈ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡേ ടു ഡേ ലിവിങ്ങിന് വേണ്ട കാര്യങ്ങൾ സംഘടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് CI ഡൊമിനിക്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ജീവിതത്തോടും അദ്ദേഹത്തിന്റെ ചെയ്തികളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളോടുള്ള ഒരു സമീപനമൊക്കെ സാധാരണ ഒരു കോമൺ മാനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു വേളയിൽ അദ്ദേഹം റെന്റഡ് ആയിട്ട് താമസിക്കുന്ന വീടിന്റെ ഓണർക്ക് വിജി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കും എന്നുള്ള സിനിമയിലെ അമ്മൂമ്മയായിട്ട് വേഷമിട്ട ആ ലേഡി ഉണ്ടല്ലോ, അവര് യാദൃശികമായ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു പേഴ്സ്, ഒരു ലേഡീസ് പേഴ്സ് കളഞ്ഞു കിട്ടുകയാണ്. അപ്പൊ ഒരു സാഹചര്യത്തിൽ ആ അമ്മയ്ക്ക് തോന്നി ആ പേഴ്സിന്റെ ഉടമസ്ഥ ആരാണോ അവരിലോട്ട് ആ പേഴ്സ് എത്തിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും നമ്മുടെ CI ഡൊമിനിക്കിനെ പേഴ്സിന്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കേസ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പൊ ഈ സിനിമയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സിന്റെ ഉടമസ്ഥ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു യാത്രയാണ് സിനിമ. അതൊരു ഫൺ മൂഡിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു അടിപ്പിക്കൽ ആയിട്ടുള്ള ഭാവങ്ങളും സംസാരവും അപ്രോച്ചും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ കേസ് അന്വേഷിച്ച് പോകുമ്പോൾ ഈ കേസുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആയിട്ട് വരുന്ന 2 മർഡറുകൾ, അതിലാണ് കേസ് ചെന്നെത്തുന്നത്. ആ ഒരു സംഭവം തെളിയിക്കാൻ നടക്കുന്ന ഒരു കഥയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് സംസാരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമ കുറച്ച് അധികം ലെങ്ത് കൂടിയിട്ടുണ്ട്. ഒരു വേള കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോയില്ലേ, ഈ സിനിമയുടെ ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു തോന്നാം. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ഉൾവലിയുന്ന ഒരു ആ എൻജോയ്മെന്റ് ലെവൽ ഒന്ന് താഴുന്ന ഒരു സമയങ്ങളൊക്കെ ഒരുപാട് തവണ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ സെക്കൻഡ് ഹാഫിന്റെ പകുതി തൊട്ട് നമ്മളെ വളരെ എൻഗേജിങ് ആയിട്ട് ഇരുത്തുന്ന തരത്തിൽ തന്നെയാണ് ആ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ആ ഒരു ഫണ്ണ് കാരിക്കേച്ചർ മൂഡിൽ നിന്ന് പതിയെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലോട്ട് ഇറങ്ങി, പിന്നെ അത് സിനിമയിൽ എന്താണ് അത് നടക്കുന്നത് എന്ന് നമുക്ക് അറിയാനുള്ള ആ ഒരു ത്വര നമുക്ക് ഓരോ സീൻ കാണുമ്പോഴും തോന്നുന്ന തരത്തിലാണ് ക്ലൈമാക്സിലോട്ടുള്ള ഭാഗങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. വളരെ കൺവിൻസിങ് ആയിട്ടാണ് ആ ക്യാരക്ടറും അതുപോലെ തന്നെ മമ്മൂക്ക എന്ത് കാര്യത്തിനാണോ അന്വേഷണത്തിന് ഇറങ്ങിയത് അത് ചുരുളഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈയും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീല് തരുന്ന തരത്തിൽ തന്നെയാണ് സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതില് മമ്മൂക്കയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഗോകുൽ സുരേഷ് വരുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ ഗതാഗതമായിട്ട് ഒരു ഭയങ്കര ഒരു ബന്ധമുള്ളതായിട്ട് തോന്നില്ല. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി രസമുണ്ട്, നമുക്ക് കാണുമ്പോൾ തോന്നും അവർക്ക് എന്തോ ഒരു കോമഡി റോൾസ് രണ്ടുപേരും ഒരുമിച്ച് ഇനി ഒരു സിനിമ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവിൻസിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ബന്ധം സ്ക്രീനിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന 2 ആക്ടേഴ്സാണ്. അതായത് ഒരു 2 ആക്ടർമാർ തമ്മിലുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നടനും
നടിയും അല്ലെങ്കിൽ നായകനോ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഇതിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സിനിമയിലോട്ട് വരുന്ന സമയത്ത് ക്യാരക്ടറിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നതിനേക്കാൾ ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കായത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഒരു മൂഡിൽ അധികം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒന്നും കാണാത്ത ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഭയങ്കര ഹൈ തോന്നും. അതല്ലാണ്ട് ഈ സിനിമയെ ഒരു ടെക്നിക്കൽ എന്താ പറയുക, ഒരു സയൻസ് ഒക്കെ ആയിട്ട് കണ്ട സിനിമ എന്താണ് സിനിമ, എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ മുതിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ സിനിമ റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൈ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു സാധാരണ സിനിമ ആസ് എ മീഡിയം ഓഫ് എന്റർടൈൻമെന്റ് എന്ന നിലക്ക് മാത്രം കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ക്ലൈമാക്സിലോട്ട് നല്ലൊരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു അവസാനം തന്നെയാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹം ഈ പ്രണയം എടുത്തു വെക്കുന്ന രീതി ഉണ്ടല്ലോ, ഒരു ആണ് പെണ്ണ് അല്ലെങ്കിൽ വേറെ ഏത് ജെൻഡർ ആയിക്കോട്ടെ, ഒരു തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ സ്കില്ലുള്ള ഒരു ഡയറക്ടറാണ് ഗൗതം വാസുദേവ് മേനോൻ എന്ന് എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിലെ ചില സീനുകൾ കാണുമ്പോൾ എനിക്ക് നല്ലോണം അത് അനുഭവപ്പെടുകയും ചെയ്തു. കാരണം ഇപ്പോഴും ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ മമ്മൂക്ക, അദ്ദേഹത്തിന് 74 വയസ്സ് കഴിഞ്ഞു, എന്നിരുന്നാലും അദ്ദേഹവും അതുപോലെ തന്നെ ഈ സിനിമയിൽ വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള സൗന്ദര്യമുള്ള ഒരു നടിയാണ് അഭിനയിച്ചിട്ടുള്ളത്. മമ്മൂക്കയും ഈ നായിക നടിയും തമ്മിലുള്ള ആ ഒരു ഓൺ സ്ക്രീൻ വൈബ് നമുക്ക് കാണുമ്പോൾ മമ്മൂക്കയ്ക്ക് ഇനിയും ഒരു ബാല്യം കൂടി ഉണ്ടെന്ന് തോന്നും. കാരണം ഈ ഒരു പ്രണയം കൈൻഡ് ഓഫ് റോൾസ്, പ്രണയമുള്ള റോൾസ്, അതിപ്പോ ഏജ് ഒരു ബാരിയർ അല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ തരത്തിലുള്ള കഥകളും സിനിമകളും മമ്മൂക്കയെ വെച്ച് ആലോചിക്കാൻ ഇനിയും ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് ഈ സിനിമയിലെ ചില സീനുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത് ഗൗതം വാസുദേവ മേനോൻ തന്നെ സംവിധാനം ചെയ്താൽ അതിനേക്കാളേറെ നന്നായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ചില നിമിഷങ്ങളിലൊക്കെ ചില ഫേഷ്യൽ എക്സ്പ്രഷനിലൊക്കെ നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നു, നമുക്ക് ആ ഒരു മിസ്ഫിറ്റ് തോന്നില്ല. രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്തോ ഒരു പാകപ്പിഴ തോന്നില്ല. അത് നമുക്ക് മമ്മൂക്കയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മളും ആ മമ്മൂക്കയായിട്ട് മാറുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു പ്രണയാതുരമായിട്ടുള്ള ഒരു നോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് തോന്നും. മുന്നേ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ പറയുണ്ടായി മമ്മൂക്കയെ വെച്ച് ഇനിയും ഒരു 10 സിനിമയോളം സംവിധാനം ചെയ്യാൻ ഇനിയും താല്പര്യമുണ്ടെന്ന്. അപ്പൊ ഞാൻ കരുതുന്നത് മമ്മൂക്കയുടെ ഏജിന് ആപ്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു പ്രണയ സിനിമ കൂടി ഇനിയും വരണമെന്നാണ്. അദ്ദേഹം അതിന് എന്തായാലും തയ്യാറാവും. അങ്ങനെ ഒരു കഥയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഗൗതം വാസുദേവ മേനോൻ സംവിധാനം കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാളേറെ നന്നാവും. എന്തായാലും തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ട് രസിക്കാവുന്ന ഒരു ഫണ്ണി മൂഡിൽ പോകുന്ന കാരിക്കേച്ചർ ടൈപ്പ് മാനറിസം, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സ്വഭാവ സവിശേഷതകളുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറായിട്ട് വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ്. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.